ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ച് തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് ഒരാളുമായിട്ടുള്ള ബന്ധത്തിൽ കുറച്ച് കഠിനമല്ല കുറച്ച് അതികഠിനമായിട്ടുള്ള കുറച്ച് യാഥാർത്ഥ്യങ്ങൾ, ബന്ധങ്ങളുടെ അത്തരത്തിലുള്ള കുറച്ച് യാഥാർത്ഥ്യങ്ങൾ, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ബന്ധങ്ങൾ പലപ്പോഴും സിനിമയിലും കഥകളിലും എല്ലാം കാണുന്നത് പോലെ അത്രയ്ക്ക് അങ്ങോട്ട് സന്തോഷം നിറഞ്ഞതും അതുപോലെ തന്നെ അടിച്ചു പൊളിച്ചു പോകുന്നതൊന്നും ആയിരിക്കുകയില്ല. ചിലപ്പോൾ പലർക്കും അത് ഒരുപാട് വേദനാജനകവും അതുപോലെ തന്നെ ഒരുപാട് സങ്കീർണവുമായിട്ടുള്ള ഒന്നായിരിക്കും. അത്തരത്തിലെ ബന്ധങ്ങളെക്കുറിച്ചുള്ള കുറച്ച് യാഥാർത്ഥ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അതിൽ ഫസ്റ്റ് വൺ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സ്നേഹം മാത്രം പോരാ എന്നതാണ്. അതായത് ഒരു ബന്ധം അത് നിലനിർത്താനായിട്ട് സ്നേഹം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതുമാത്രം മതിയാകില്ല എന്നതുമാണ്. പരസ്പരം ബഹുമാനവും വിട്ടുവീഴ്ചയും അതുപോലെ തന്നെ ആശയവിനിമയം, അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ഉത്തരവാദിത്തം എന്നിവയെല്ലാം ഒരു ബന്ധം വിജയിക്കാനായിട്ട് ആവശ്യമാണ്. പലരും കരുതുന്നത് ഞാൻ എൻ്റെ പാർട്ട്ണറെ സ്നേഹിക്കുന്നുണ്ട്, അത് ഞാൻ അവരോട് കാണിക്കുന്നുമുണ്ട്. അത് തീർച്ചയായിട്ടും ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്, ആവശ്യമില്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതുകൊണ്ട് മാത്രം രണ്ടുപേർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഒരു വ്യക്തിക്ക് ഒരു പ്രോബ്ലം വരുമ്പോൾ അവരുടെ കൂടെ ഉണ്ടാകണം. അതുപോലെ തന്നെ അവരെന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് കേൾക്കാനും അത് മനസ്സിലാക്കാനും അതിനെ ബഹുമാനിക്കാനും പഠിക്കണം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നിങ്ങളുടെ പാർട്ണർ ചെയ്യുകയാണെങ്കിൽ അതിന് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ. ഇതിനെല്ലാം ഉപരി നല്ലൊരു രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കാൻ, ഇതിനെല്ലാം വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ ഇതിനെല്ലാം ഒപ്പം തന്നെ നിൽക്കുന്ന മറ്റൊരു കാര്യമാണ് സാമ്പത്തികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം. രണ്ട് വ്യക്തികളും നല്ലൊരു രീതിയിൽ പരസ്പരം സപ്പോർട്ട് ചെയ്തു പോവുകയാണെങ്കിൽ മാത്രമേ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും വിജയിപ്പിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഇനി ഇത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ആളുകൾ മാറും എന്നത്. ഒരു മനുഷ്യനും എപ്പോഴും ഒരുപോലെ തന്നെ ഇരിക്കാനായിട്ട് സാധിക്കുകയില്ല. ഒരുമിച്ച് ജീവിക്കുമ്പോൾ ആളുകളുടെ ഇഷ്ടങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം മാറിയേക്കാം. കാരണം നിങ്ങൾ അതിനു മുന്നേ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് കണ്ടിഷ്ടപ്പെട്ട് ഇത്തരമൊരു ബന്ധത്തിലേക്ക് വന്നതെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങൾ നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ. ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിൽ ബന്ധത്തിൽ വിള്ളലുകൾ ഉറപ്പായിട്ടും ഉണ്ടാകും. നിങ്ങൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അവരുടെ എല്ലാ മാറ്റങ്ങളെയും അംഗീകരിക്കാനായിട്ട് തയ്യാറായിക്കൊണ്ട് വേണം മുന്നോട്ട് പോകുവാൻ. കാരണം അതൊരു വ്യക്തിയാണ്, ഒരു മിഷ്യനല്ല. സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും മൂലം അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ മനുഷ്യനാണ്, മടുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു രീതിയിൽ മടുപ്പ് അനുഭവപ്പെടാം. അതുപോലെ തന്നെ അവർക്കൊരു വിഷമം അനുഭവപ്പെടാം. എന്തെങ്കിലും ഒരു രീതിയിൽ താല്പര്യമില്ലായ്ക തോന്നാം. അതിനെയെല്ലാം മറികടക്കാനുള്ള സൊല്യൂഷൻസ് നമ്മൾ കണ്ടെത്തി ആ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കണം. മാറ്റങ്ങൾ അത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ആ മാറ്റങ്ങളെ ഫേസ് ചെയ്യാനും അതിനെ നല്ല രീതിയിലേക്ക് മാറ്റിയെടുക്കാനും നമ്മൾക്ക് സാധിക്കണം. ഇനി മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ആരും പൂർണ്ണരല്ല എന്നത്. നിങ്ങളുടെ പങ്കാളി ഒരു മിഥ്യാബോധം മാത്രമാണെന്ന് കരുതരുത്. അവർക്ക് കുറവുകളും അതുപോലെ തന്നെ ദേഷ്യവും ദൗർബല്യവും എല്ലാം ഉണ്ടാകാം. ഈ കുറവുകളെ അംഗീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയണം. എൻ്റെ പങ്കാളി ഇങ്ങനെ ആയിരിക്കണം എന്ന് എനിക്കൊരു ചിന്തയുണ്ട്, അംഗീകരിക്കുക. അല്ലെങ്കിൽ ആ ഒരു അപൂർണത അവരെ പൂർണ്ണരാക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് നിങ്ങൾ കൂടി അവരെ സഹായിക്കുക. അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടേണ്ടതായിട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരു കഠിന അധ്വാനം ഇതിനു വേണ്ടി ആവശ്യപ്പെടുന്നു എന്നതാണ്. ഒരു ബന്ധം അതൊരു രീതിയിലും സ്വയം വളർന്നു വരുന്നതല്ല. അതിന് നിരന്തരം ശ്രദ്ധയും കഠിനാധ്വാനവും ആവശ്യമാണ്. ചെറിയ കാര്യങ്ങൾ പോലും സന്തോഷം കണ്ടെത്താനും പ്രശ്നങ്ങളെ ഒരുമിച്ച് നേരിടാനും കഴിയണം. ഇത്തരത്തിലെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അതിന് കഠിനാധ്വാനം ആവശ്യമാണെന്ന് പറയുന്നത്. കാരണം ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് ആ ബന്ധം വളരുകയില്ല, ആ ബന്ധം തളരുകയാണ് ചെയ്യുന്നത്. അതുപോലെ ആ ഒരു വ്യക്തിക്കും ആ ഒരു ബന്ധത്തിനും നല്ല രീതിയിലുള്ളൊരു ശ്രദ്ധ നമ്മൾ കൊടുക്കണം. നല്ല രീതിയിൽ അവരെ പരിഗണിക്കണം, ആ ബന്ധത്തിനെ പരിഗണിക്കണം. എല്ലാം ഒരുമിച്ച് ഫേസ് ചെയ്യാനും ഒരുമിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇത്തരത്തിലെല്ലാം ചെയ്യുമ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് നല്ല രീതിയിലൊരു എഫേർട്ട് കൊടുക്കേണ്ടി വരും. അത്തരത്തിലൊരു കഠിനാധ്വാനത്തിലൂടെ മാത്രമേ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഇത്തരത്തിൽ ബന്ധങ്ങളിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കഠിനമായിട്ടുള്ള യാഥാർത്ഥ്യം തന്നെയാണ് ചിലപ്പോൾ പിരിയുന്നത് നല്ലതാണ് എന്നത്. ഒരു ബന്ധം നിങ്ങൾക്ക് നിരന്തരമായിട്ടുള്ള ഒരു വേദനയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിഷേധാത്മകതയും മാത്രമാണ് നൽകുന്നതെങ്കിൽ ആ ബന്ധത്തിൽ നിന്നും പുറത്തു വരുന്നതാണ് നല്ലത്.
നിങ്ങൾ അർഹിക്കുന്ന ഒരു സന്തോഷവും സമാധാനവും കണ്ടെത്താനായിട്ട് ഇത് സഹായിക്കും. നമ്മളിങ്ങനെ ഒരു ബന്ധത്തിലായി എന്നതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ആ വ്യക്തി എന്ത് കരുതും, ആ വ്യക്തി എന്ത് ചെയ്യും, ഞാൻ അന്ന് അവർക്കൊരു പ്രോമിസ് കൊടുത്തതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിന്തിച്ചിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ, അല്ലെങ്കിൽ ഈ സൊസൈറ്റി എന്താണ് പറയുക, എന്താണ് ചിന്തിക്കുക എന്നെല്ലാം കരുതിയിട്ടും ആ ബന്ധത്തിൽ തന്നെ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യം പറയുന്നത്. ചിലപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ അവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങി നടക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും തികച്ചും നല്ലത്. യാതൊരു രീതിയിലും നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല എന്നറിഞ്ഞിട്ടും പിന്നെയും അവിടെ നിന്നുകൊണ്ട് അത് ആ ഒരു സാഹചര്യം കൂടുതൽ വഷളാക്കുന്നതിലും മികച്ചതാണ് ആ ബന്ധം പിരിയുന്നത്. ഇതത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല, എങ്കിലും അത് പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെടുത്തൊരു മികച്ച തീരുമാനമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഇത്തരത്തിൽ ബന്ധങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യമാണ് നിങ്ങളെ സ്വയം നഷ്ടപ്പെടുത്തരുത് എന്നത്. ഒരു ബന്ധത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു സ്വത്വം, താല്പര്യങ്ങൾ, സൗഹൃദങ്ങൾ എന്നിവ ഒന്നും നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ സന്തോഷവാനായിരിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ പങ്കാളിയെയും സന്തോഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഇവയെല്ലാം ബന്ധങ്ങളിലെ യാഥാർത്ഥ്യങ്ങളാണ്. നിങ്ങളൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു വ്യക്തിയിലേക്ക് മാത്രമായിരിക്കും നിങ്ങളുടെ ശ്രദ്ധ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി പറയുകയാണ് നിങ്ങൾ ആരോട് സംസാരിക്കരുത്, നിങ്ങൾ അവരുടെ കൂടെ പോകരുത്, അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് ഒടുവിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവർ അവോയ്ഡ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നു. അങ്ങനെയെല്ലാം വരുമ്പോൾ നിങ്ങൾ സ്വയം തിരിഞ്ഞു നോക്കും, എൻ്റെ കൂടെ ആരാണുള്ളതെന്ന്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു സുഹൃത്തെന്ന് പറയാൻ പോലും ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം നിങ്ങളെ ഒരു സ്വയം നഷ്ടപ്പെടുത്തിയ ഒരു അവസ്ഥയിലായിരിക്കും നിൽക്കുന്നത്. അതുമല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്ക് വിഷമമാകുമെന്ന് കരുതി നിങ്ങൾ മാറ്റിവെക്കുന്ന പല കാര്യങ്ങളും. പക്ഷേ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കതിലൊരു ദുഃഖം ഉണ്ടായിരിക്കും. ആ ദുഃഖം മൂലം പോലും നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും സന്തോഷിപ്പിക്കാനും സാധിക്കാതെ വരും. അതുകൊണ്ട് തന്നെ എന്തു തന്നെ ആയാലും നിങ്ങളുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും എല്ലാം അവരോട് പങ്കുവെക്കുക. അതിനെയും നിങ്ങളുടെ പങ്കാളിയെയും നിങ്ങളുടെ ബന്ധത്തെയും ചേർത്ത് നിർത്തുന്നത് പോലെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെയും നിങ്ങളുടെ ആ സ്വത്വത്തെയും വിട്ടുകൊടുക്കാതെ അതും ചേർത്ത് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ റിലേഷൻഷിപ്പും നല്ല രീതിയിൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. ബന്ധങ്ങളിൽ ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ, അതുപോലെ ഒരുപാട് ബ്രൂട്ടലായിട്ടുള്ള ട്രൂത്ത്സ് ഒരുപാടുണ്ട്. ഇതിനെ എല്ലാം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും ചെറിയ രീതിയിലെങ്കിലും മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അത് നമ്മളുടെ ബന്ധങ്ങളെ കൂടുതൽ ആരോഗ്യകരവും അതുപോലെ തന്നെ സന്തോഷപ്രദവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുവാനും നമ്മളെ സഹായിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. താങ്ക് യു.